തൃശൂർ പാലിയേക്കരയിൽ പോലീസിന്റെ വൻ ലഹരി വേട്ട 90 ഗ്രാം MDMA-യുമായി 2 യുവാക്കളാണ് പിടിയിലായത്. കൊടുങ്ങല്ലൂർ പഞ്ചപാദം സ്വദേശി അഫ്നാൻ, കുന്നംകുളം സ്വദേശി ഷൈൻ എന്നിവരാണ് പിടിയിലായത്. സാനു കെ സജീവുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സാനു, എങ്ങനെയാണ് ഈ പ്രതികളുടെ പശ്ചാത്തലം? ഒപ്പം തന്നെ MDMA പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അവരുടെ പ്രാഥമികമായ മൊഴി ലഭിച്ചിട്ടുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? രാഖി, ഇന്ന് ഡാൻസ് ഓഫ് സംഘത്തിന്റെയും തൃശൂർ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ പാലിയേക്കരയിൽ നടത്തിയിട്ടുള്ള വാഹന പരിശോധനയ്ക്കിടയിലാണ് ഈ ലഹരി സംഘത്തെ പിടികൂടുന്നത്. ഇവരുടെ കയ്യിൽ നിന്നും 90 ഗ്രാം MDMA ആണ് പിടികൂടിയിട്ടുള്ളത്. മാത്രമല്ല, ഇവർ പതിവായിട്ട് ഈ MDMA കടത്തുന്ന സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളാണെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഇവർ ബാംഗ്ലൂരിൽ നിന്ന് ആലുവയിലേക്ക് വരികയായിരുന്ന ബസ്സിലാണ് ഈ ലഹരി കടത്തിയിട്ടുള്ളത്, MDMA കടത്തിയിട്ടുള്ളത്. ഈ ബസ് ആലുവയിലേക്കുള്ള യാത്രാമധ്യേ പാലിയേക്കരയിലെത്തിയപ്പോൾ പോലീസ് വാഹനം തടയുകയും തുടർന്ന് പരിശോധന നടത്തുകയുമായിരുന്നു. ഇവർ വാഹനത്തിന് പുറത്തിറങ്ങിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ ആദ്യഘട്ടത്തിൽ ഒരു ശ്രമം നടത്തിയെങ്കിലും വലിയ പോലീസ് സംഘമുണ്ടായിരുന്നു. അവർ ഇവരെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. ഇതിലുൾപ്പെട്ടിട്ടുള്ള ഷൈൻ കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ നേരത്തെയും MDMA കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. MDMA കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, KSRTC കണ്ടക്ടറെ ആക്രമിച്ച കേസിലും അതേപോലെ തന്നെ ഈ വാഹനം മറ്റ് യാത്രക്കാർക്ക് അപകടം വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിന് നേരത്തെ പോലീസ് കേസെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ പതിവായിട്ടുള്ള കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. അഫ്നാൻ, 26 വയസ്സുള്ള അഫ്നാൻ, ഒപ്പം തന്നെ 28 വയസ്സുള്ള ഷൈൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവർ ഈ ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നും പതിവായിട്ട് ഇത്തരത്തിൽ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ലഹരി വസ്തുക്കൾ കടത്തിയിരുന്നത്. പലപ്പോഴും പോയിക്കൊണ്ടുവരും, അല്ലാതെ ഇവർ പാഴ്സൽ മുഖേനയായിട്ടും ഇവർ വാഹനത്തിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ എറണാകുളം ഭാഗത്തേക്ക് കടത്തിയിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെയും അതേപോലെ തന്നെ പുതുക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ഒരു വാഹന പരിശോധന നടത്തിയത്. ഇവർക്കൊപ്പം തന്നെ മറ്റ് സംഘങ്ങളും ഇവരുടെ ഭാഗമായിട്ട് തന്നെ സമാന നിലയിൽ ഈ ദേശീയപാതയിലൂടെ ലഹരിക്കടത്ത് നടത്തുന്നുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇപ്പോൾ പിടികൂടിയിട്ടുള്ള പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ലഹരി സംഘത്തിലെ കൂടുതൽ ആളുകളിലേക്കും അന്വേഷണം എത്തിക്കാൻ സാധിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും പാലിയേക്കരയിൽ നിന്നാണ് 2 യുവാക്കളെ MDMA-യുമായി പോലീസ് പിടികൂടിയത്.